ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ്. ഇത് കൊല്ലം ജില്ലയിൽ മൂന്നാംകുറ്റിയിലാണ്. മഹിബാൽ ആൻഡ് ഫാമിലിയുടെ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അടിപൊളി എക്സ്റ്റീരിയറും ഇൻറ്റീരിയറുമായിട്ടുള്ള നല്ലൊരു വീട്. 2800 സ്ക്വയർ ഫീറ്റിൽ 9 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. വളരെ മനോഹരമായൊരു സിമ്പിൾ ഡിസൈനിലുള്ള ഗേറ്റ് ആണ് വീടിന് കൊടുത്തിട്ടുള്ളത്. ഒരു എലിവേഷൻ ആണ് കേട്ടോ വീടിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ്സ് തന്നെയാണ്. ധാരാളം LED ലൈറ്റ്സും അതുപോലെ ആ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സും ഒക്കെ തന്നെ ആ ഒരു വീടിൻ്റെ എലിവേഷനെ മോടി കൂട്ടുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ലൈറ്റ്സൊക്കെ ഇട്ട് വീട് ഇങ്ങനെ നിന്ന് കാണാനായിട്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ്സും പോളികാർബണേറ്റ് ഷീറ്റും ആണ് കാർ പോർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഇൻ്റർലോക്ക് ആണ്. നാച്ചുറൽ സ്റ്റോൺ എന്നുള്ള തോന്നുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർലോക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ബഫല്ലോ ഗ്രാസ് ആണ്. പിന്നെ ഒരു കിണറും നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് കൊടുത്തിരിക്കുന്ന ആ ബ്രിക്സിൻ്റെ ഇതിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്ചർ വർക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു വീടിൻ്റെ ആ ഒരു ഡിസൈനിങ്ങിന് ഭയങ്കര രസമായിട്ടുണ്ട് ആ ഒരു വർക്ക് കാണാനായിട്ട്. പിന്നെ വിൻഡോസ് ഫുൾ ചെയ്തിരിക്കുന്നത് അലൂമിനിയത്തിലാണ് കേട്ടോ. അലൂമിനിയം ഫാബ്രിക്കേഷനാണ്. സ്ലൈഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. വലിയ വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. അതും നല്ല ഭംഗിയുണ്ട്. എക്സ്റ്റീരിയറിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫീച്ചേഴ്സൊക്കെ തന്നെ. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. ഇവിടുത്തെ ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ ഡോർസ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ. നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ പോർഷൻസും എടുത്തു പറയാനുള്ളതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് പുട്ടി വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതും ഈ സ്ക്രാച്ച്ഡ് പുട്ടി എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു പോർഷനാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു TV യൂണിറ്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫാക്ടറി ഫിനിഷാണ്. മോഡേൺ ഇൻറ്റീരിയേഴ്സ് ആണ് ഇവിടുത്തെ ഇങ്ങനെയുള്ള ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഓൺ ഫാക്ടറിയിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. കേരളപുരത്ത് അവരുടെ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവരുടെ ഓൺ ഫാക്ടറിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഫാക്ടറി ഫിനിഷിൽ വരുന്ന ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളതൊക്കെ. നമുക്കതൊക്കെ വരുമ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. ഈ ഒരു ലിവിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന വൈറ്റ് സോഫാസ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആ ഒരു ഫാബ്രിക്കും ആ ഒരു സോഫാസിൻ്റെ ഷേപ്പും ഒക്കെ തന്നെ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. ഇനി ഇവിടുത്തെ കേർട്ടൻസ് നോക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടാണ് ഇവിടുത്തെ കേർട്ടൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷിയർ കേർട്ടനും ഈ ഒരു കേർട്ടൻ്റെയൊക്കെ ഫാബ്രിക് എന്ന് പറയുന്നത് ഭയങ്കര നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരുപാട് വീടുകളിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കർട്ടൻ വർക്ക് ഫുൾ ചെയ്തിരിക്കുന്നത് ദുബായ് കർട്ടൻസ് ആണ്. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ വീട് പണി നടക്കുമ്പോൾ അവരെ വിളിക്കുമ്പോൾ അവർ വന്ന് നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിനും നമ്മുടെ വീടിന് ചേരുന്ന രീതിയിലുള്ള കർട്ടൻസ് അവർ നമുക്ക് റെഫർ ചെയ്ത് തരും. അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് ടൈപ്പിലുള്ള കർട്ടൻസ്. ഈവൻ ഓട്ടോമേറ്റഡ് വരെ അവൈലബിൾ ആണ്. നല്ല ഫാബ്രിക്സ് അവൈലബിൾ ആണ്. അവർ മെഷർ ചെയ്ത് ഏതൊക്കെ രീതിയിൽ കർട്ടൻസ് സെറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ അതേ രീതിയിൽ കർട്ടൻസും ഡെക്കോസും ഒക്കെ തന്നെ അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നല്ല ഭംഗിയുള്ള ഫാബ്രിക്, ഈ ഒരു പെയിൻറ്റിനോട് ചേരുന്ന രീതിയിലുള്ള കർട്ടൻ വർക്ക്സ് ഒക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നോക്കുകയാണെങ്കിൽ സീലിംഗ് ചെയ്തിരിക്കുന്നത് WPCയുടെ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. കോബ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ഫ്ലോറിൽ നോക്കുമ്പോൾ കജാരിയുടെ മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
നമ്മൾ വന്നിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഡൈനിങ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫൗണ്ടെയിൻ വരുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. ഈ ഒരു 2 സൈഡിലും ക്ലാഡിങ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെ പൂജാ റൂം വരുന്നത്. ഇവിടെ നല്ല ലോങ് വിൻഡോ ആണ്, അലൂമിനിയം ഫാബ്രിക്കേഷനിൽ. ഇത് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫൗണ്ടെയിൻ ഓൺ ആക്കി കാണിക്കാം. ഈ ഒരു പൂജാ റൂമിനകത്ത് കൊടുത്തിരിക്കുന്ന ഓം എന്നുള്ള ആ ഒരു CNC കട്ടിംഗ് വർക്കിൻ്റെ ആ ഒരു ലൈറ്റ് കണ്ടില്ലേ, ഈ ഒരു ലൈറ്റ് നമുക്ക് വെളിയിൽ നിന്ന് എക്സ്റ്റീരിയറിൽ നിന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. കാരണം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വിൻഡോ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ നോക്കുമ്പം ആ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണത്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് പോർഷൻ. നല്ല ഭംഗിയുള്ളൊരു ഡൈനിങ് ടേബിളാണ്. ഈ ഒരു ഡൈനിങ് ടേബിൾ ഓൾറെഡി ഇവിടെ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡൈനിങ് ടേബിളാണ്. അതിൻ്റെ മുകളിൽ മാർബിൾ ടോപ്പ് ചെയ്തതാണ് കേട്ടോ പിന്നീട്. അതുപോലെ നല്ല ചേരുന്ന ചെയർസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് ഒരു കോർട്ട് യാർഡ് പോർഷനാണ്. ഇവിടെ ഒരു സ്ലൈഡിങ് വിൻഡോ കൊടുത്തിരിക്കുകയാണേ. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നു. ചെറിയൊരു പോർഷൻ മുകളിൽ ഇങ്ങനെ സ്ക്വയർ ട്യൂബ്സും ഗ്ലാസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കായിട്ട് ഇങ്ങനെ ആ ഒരു ജാളി വർക്ക് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ സ്ക്വയർ ട്യൂബ്സിൻ്റെ തന്നെ GI പൈപ്പിൻ്റെ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലായിട്ടുള്ള വോള് കുറച്ച് അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആ ഒരു വിൻഡോയിൽ നിന്നുള്ള നേരെയുള്ള വ്യൂവും ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെ സ്റ്റോൺ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയർസും കൊടുത്തിരിക്കുന്നു. ഇവിടെ ആദ്യം തന്നെ ഒരു ലോങ് യൂണിറ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വിത്ത് ആക്സസറീസ് ആയിട്ടുള്ളൊരു ലോങ് യൂണിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നീട് ഇത് നമുക്ക് ഓവൻ വെക്കാനുള്ള സ്പേസ് ആണ്. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതെല്ലാം തന്നെ ഫാക്ടറി ഫിനിഷ് ആണ് കേട്ടോ. മോഡേൺ ഇൻറ്റീരിയേഴ്സിൻ്റെ ഫാക്ടറിയിൽ തന്നെ ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ താളി ബാസ്ക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതാണ്. നമുക്ക് ഉള്ളി കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു, നമുക്ക് എയർ കയറുന്ന രീതിയിൽ എന്നാൽ കുറേ സ്റ്റോറേജ് ഉള്ള രീതിയിലാണ് ഇവിടെ ഒരു താളി ബാസ്ക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കട്ട്ലറി യൂണിറ്റ്സും കാര്യങ്ങളും ഇത് കട്ട്ലറി അല്ല, ഇത് വലിയ ടാൻഡം ബോക്സ് ആണ്. നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ കട്ട്ലറി യൂണിറ്റ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഫേബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം താഴെയായിട്ടും ഇതിനകത്തായിട്ടും ഒക്കെ തന്നെ LED ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. കിച്ചൺ ടൈൽ തന്നെയാണ്, ഡബിൾ തിക്നെസ്സിൽ വരുന്ന കിച്ചൺ ടൈൽ കൊടുത്തിരിക്കുന്നു. ഒരു മൾട്ടിപർപ്പസ് ആയിട്ടുള്ള വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. TV കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ 4 ബെഡ്റൂംസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് താഴത്തെ ബെഡ്റൂംസ് കാണാം. ഈ എൻട്രി ചെയ്യുന്ന പോർഷനിലായിട്ട് ഈ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ റൂംസിലോട്ട് വരുമ്പോൾ ഇവിടെ റൂംസിൻ്റെ ഡോർസ് എല്ലാം ഫൈബർ ഡോർസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ
നല്ല ഭംഗിയായിട്ട് തന്നെ റൂംസൊക്കെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് ഇവിടെ ആ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല കേർട്ടൻ വർക്ക് ചെയ്തിരിക്കുന്നു. നല്ല ഫാബ്രിക്സ് ആണ് കേട്ടോ എല്ലായിടവും യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഫാബ്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള കേർട്ടൻ വർക്ക്സ് ആണ്. പിന്നെ അതാ ഇവിടുത്തെ കബോർഡ്സ് ഒക്കെ കണ്ടില്ലേ, ഇതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ മോഡേൺ ഇൻറ്റീരിയേഴ്സിൻ്റെ ഫാക്ടറിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ ഒരു ഫിനിഷിങ് നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആണ്. ഉള്ളിലായിട്ട് ഇങ്ങനെ LED ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ കോഡ്സും മോഡേൺ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. ഉള്ളിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉള്ള കോഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഹെഡ് ബോർഡ്സ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, നല്ല കുഷ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. അതിന് മുന്നേ ഇവിടെ നല്ലൊരു ഡെക്കോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പെയിൻറ്റിങ് ആണ്, നല്ല രസമായിട്ടുണ്ട്. ആ ഒരു പെയിൻറ്റിങ് ഈ ഒരു ഭാഗത്ത് ഈ ഹോളിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ വാഷ് യൂണിറ്റ് വരുന്നത്. ഇവിടെ ജാഗ്വറിൻ്റെ വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു റൗണ്ട് മിറർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ബാക്കിലായിട്ട് ചെയ്തിരിക്കുന്നത് ഇത് ടൈല് തന്നെയാണ് കേട്ടോ. 4x2 ടൈല് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനിടയ്ക്കായിട്ട് ഗോൾഡൻ എപ്പോക്സി കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അത് കാണാനായിട്ട്, ഒരു വർക്ക് കാണാനായിട്ട്. അതിവിടുത്തെ മഹയുടെ ഇവിടുത്തെ എല്ലാ ഇൻറ്റീരിയേഴ്സിൻ്റെയും മെയിൻ ഒരു ഡിസൈൻ മഹയുടെ തന്നെയാണ്. എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും ഒക്കെ തന്നെ. ഇവിടെ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ അത്യാവശ്യം ഈ താഴെ ഇത്രയും സ്പേസിലും സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമും നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ഈ ഒരു വാർഡ്രോബ് കണ്ടില്ലേ, സ്ലൈഡിങ് ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ലൊരു കളറാണ് കേട്ടോ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ആ ഒരു പെയിൻറ്റും ഈ ഒരു വാർഡ്രോബിൻ്റെയും ആ ഒരു കളറ് നല്ല രസമായിട്ടുണ്ട്. നമുക്കിങ്ങനെ കണ്ടില്ലേ, ഉള്ളിലിങ്ങനെ LED ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഇവിടെയും ഹെഡ് ബോർഡിൽ നല്ലൊരു കുഷ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയും ആ ഒരു നമ്മുടെ കോട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഫുൾ കവറിങ് ചെയ്തിരിക്കുന്ന കുഷ്യൻ വെച്ചിട്ട് തന്നെയാണ്. ഒരു പോർഷനിലായിട്ട് നല്ലൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു മിറർ കൊടുത്തിരിക്കുന്നു. അവിടെയായിട്ട് തന്നെ നമുക്ക് ബാത്റൂമിലോട്ടുള്ളൊരു എൻട്രൻസും വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. ഇവിടെ ആകെപ്പാടെ തടി യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാൻഡ് റെയിൽസിൽ മാത്രമാണ് ടീക്ക് വുഡ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഇവിടെ സീലിംഗിൽ ചെയ്തിരിക്കുന്നത് WPCയുടെ ലൂവേഴ്സ് ആണ്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോഴുള്ള വിശാലമായൊരു ഹാളാണിത്. ഇത് നമ്മുടെ നേരത്തെ കണ്ട ഫൗണ്ടെയിനൊക്കെ വന്നിരിക്കുന്നതിൻ്റെ മുകളിലെ പോർഷൻ ഡബിൾ ഹൈറ്റിൽ ആ ഒരു ഹാങ്ങിങ് ലൈറ്റും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് 2 ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇവിടെയും 2 ബെഡ്റൂംസ് ഉണ്ട്. അതുകൂടാതെ ഒരു ടെറസ് പോർഷനും ഒരു ബാൽക്കണിയാണ് നമുക്ക് കാണാനുള്ളത്. ഇതാണ് മുകളിലത്തെ മാസ്റ്റർ ബെഡ്റൂം. നമ്മുടെ താഴെ കണ്ട റൂമിൻ്റെ അതേ സൈസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വന്നിരിക്കുന്നത്. ഇവിടെയും ആ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് സെയിം, അതുപോലെ സ്ലൈഡിങ് വാർഡ്രോബും നല്ലൊരു കളർ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ നല്ല രീതിയിൽ നമ്മൾ താഴെ കണ്ട പോലെ തന്നെയാണ് ഇവിടെയും ഹെഡ് ബോർഡ്സും കാര്യങ്ങളും ഡിഫറെൻറ്റ് കളറാണെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കോട്ട് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ കുഷ്യൻസ് വന്നിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ മറ്റൊരു റൂം. എല്ലാ റൂംസും വളരെ വെറൈറ്റി ആയിട്ട് എന്നാൽ നല്ലൊരു
ക്ലാസ് രീതിയിലാണ് കേട്ടോ ഇവിടെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർഡ്രോബ്സ് നോക്കിക്കേ, ഇവിടെയും സ്ലൈഡിങ് ഡോർസ് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലായിടവും ഒരുപോലെ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇൻറ്റീരിയേഴ്സ് ചെയ്തവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യും. അവരുടെ ഫാക്ടറി വരുന്നത് കേരളപുരത്താണ്. രണ്ടാംകുറ്റിയിലാണ് അവരുടെ ഷോറൂം വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കർട്ടൻ വർക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോസിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ദുബായ് കർട്ടൻസ് ആണ് ഇവിടുത്തെ കർട്ടൻ വർക്ക്സ് ചെയ്തിരിക്കുന്നത്. ഷിയർ കർട്ടൻസും ബ്ലാക്ക് ഔട്ട് കർട്ടൻസും റിപ്പിൾ കർട്ടൻസ്, ഓട്ടോമേറ്റഡ് കർട്ടൻസ്, റോമൻ ബ്ലൈൻഡ്സ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള കർട്ടൻ വർക്കുകളും ഇൻറ്റീരിയർ ഡെക്കോസും ഈവൻ ഫർണിച്ചേഴ്സ് വരെ അവർ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കിങ്ങനെ ഈ ഒരു റൂമിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ് ഡോർസ് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്കിത് സ്ലൈഡിങ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടുത്തെ ബാൽക്കണി ഏരിയ കാണാം. നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ ഡോർസ് ആണ്. വിശാലമായൊരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിലായിട്ട് ഫുൾ ACP വർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫ്ലോറിലോട്ട് നോക്കുകയാണെങ്കിൽ മാറ്റ് ഫിനിഷ് വുഡൻ ടെക്സ്ചറിൽ വരുന്ന ടൈൽസ് കൊടുത്തിരിക്കുന്നു. ഫുള്ളായിട്ട് ഇങ്ങനെ സ്ക്വയർ ട്യൂബ്സ് കൊണ്ടിട്ടുള്ളൊരു ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ACP വർക്ക് ചെയ്തിരിക്കുന്നത് വെറൈറ്റി അലൂമിനിയം എന്ന് പറയുന്ന ഫേമാണ്. ഇവരിങ്ങനെ ACP വർക്ക്, ഗ്ലാസ് വർക്ക്, ഹാൻഡ് റെയിലൊക്കെ നല്ലതായിട്ട് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാം. വീടിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുകഴിഞ്ഞു. വീഡിയോയും വീടും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീടിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈവൻ ഇവിടുത്തെ ഡെക്കോസ് ഉൾപ്പെടെ ആയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 80 lakhs ആണ്. ഇവിടെ തടിയുടെ ഉപയോഗം തീരെ കുറവാണ്, ഇല്ലാന്ന് തന്നെ പറഞ്ഞാൽ ജസ്റ്റ് ഹാൻഡ് റെയിലിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ നിങ്ങൾ കമൻസിലൂടെ പറയുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.